ഫിജി. ശരി, വിഷ്ണു, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളും വിഷ്ണു നൽകേണ്ടതുണ്ട്. അതിലേക്ക് പോകാം. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. LDF കൺവീനർ EP ജയരാജൻ BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് ചർച്ചയായേക്കും. ജാവദേക്കറെ കണ്ടത് ജയരാജൻ മൂടിവെച്ചത് അതീവ ഗൗരവമുള്ളതാണെന്ന് CPIയും വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വീണ്ടും വിഷ്ണു, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ വോട്ടെടുപ്പ് വിലയിരുത്തൽ തന്നെയാണ് പ്രധാന അജണ്ടയായി നിശ്ചയിച്ചിരിക്കുന്നത്. എങ്കിലും EP അതുപോലെ തന്നെ ജാവദേക്കർ കൂടിക്കാഴ്ച എത്രമാത്രം കാര്യഗൗരവമായി ഈ യോഗത്തിൽ ഉയർന്നു വരും? ഫിജി, ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ EP ജയരാജനും അതോടൊപ്പം തന്നെ BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച വലിയ രീതിയിലൊരു കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ച രാഷ്ട്രീയപരമായ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് CPMന്. CPM നേതൃത്വത്തെ വിഷയം ഇതുവരെയും അവതരിപ്പിച്ചിട്ടില്ല. ഇക്കാര്യം നേരത്തെ തന്നെ ഇവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ചർച്ചയിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും അത് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചില്ല എന്നുള്ളൊരു അതൃപ്തി പുകയുന്നുണ്ട്. സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പരാതിയും അതൃപ്തിയുമുണ്ട്. അതേസമയം CPIക്കും ഒരു അതൃപ്തിയുണ്ട്. CPIയും അറിയിച്ചിരുന്നു വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. LDF കൺവീനർ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ഈ കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം നൽകരുതായിരുന്നു എന്നാണ് CPIയുടെ ഒരു അറിയിപ്പ്. എന്നാൽ ആ സമയത്ത് ഇത് സാധാരണഗതിയിലുള്ളൊരു കൂടിക്കാഴ്ച തന്നെയാണെന്നും വീട്ടിൽ കയറി വരുന്നവരെ ഇറക്കിവിടാൻ പറ്റില്ലെന്നുമാണ് EPയുടെ മറുപടി. എന്നാൽ ഇതിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ദല്ലാൽ നന്ദകുമാറും BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ ആരോപിക്കുന്നുണ്ട്. EP ജയരാജൻ BJPയിലേക്ക് വരാനുള്ള സാധ്യതയടക്കമുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. ഈ ആരോപണങ്ങളെല്ലാം തള്ളി മാറ്റുന്നുണ്ടെങ്കിലും EP ജയരാജൻ ഈ വിഷയത്തിൽ വിശദീകരണം നൽകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഈ കൂടിക്കാഴ്ച നടത്തിയത് എന്താണെന്നും അതിന് തുടർന്നുള്ള കാര്യങ്ങളും പാർട്ടി നേതൃത്വത്തോട് വിശദീകരണം നൽകണം. ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അദ്ദേഹം പങ്കെടുക്കില്ല എന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. എന്നാൽ കണ്ണൂരിൽ നിന്ന് അദ്ദേഹം വിമാനമാർഗം രാവിലെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പരിപാടിയിൽ അദ്ദേഹം യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം തീർത്തും ഒരു വിശദീകരണം നൽകും. അതിനുശേഷമായിരിക്കും നടപടികളിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടാവുക. ഫിജി, ശരി, എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് കാണേണ്ടത്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും പാർട്ടിയിലെ CPIയുടെ ഭാഗത്തുനിന്നും ഘടക